ഒരു സുപ്രഭാതത്തിൽ ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് അതിൻ്റെ മുതിർന്ന സുപ്രീം കമാൻഡർമാരെ വധിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിലേക്ക് വലിയൊരു ആക്രമണം നടത്തി. പിന്നീടത് ഇറാൻ ഇസ്രായേൽ യുദ്ധമായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു. വീണ്ടും ഈ യുദ്ധം വലുതാകും എന്നുള്ള ആശങ്ക നൽകിക്കൊണ്ട് ഖത്തറിൽ അമേരിക്കൻ വ്യോമത്താവളത്തിലേക്കും ആക്രമണം ഉണ്ടായി. പിന്നെ പുലരുമ്പോൾ നമ്മൾ കേട്ടത് ഇറാൻ ഇസ്രായേൽ യുദ്ധം വെടിനിർത്തലിൽ കലാശിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എല്ലാവരും പറയുന്നു ഇറാൻ്റെ ശക്തി കൊണ്ട് ഭയന്നതാണ്, അതല്ലെങ്കിൽ ഇറാൻ അടിയറവ് വെച്ചു ഇസ്രായേലിന് മുമ്പിൽ. ഇങ്ങനെ പല രീതിയിലുള്ള വിശകലനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. മിലിറ്ററിയിൽ ഏറ്റവും കൂടുതൽ മുന്നേറി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലാണ്. അമേരിക്കയുടെ സഹായം കൊണ്ട് വളരെ നല്ല രീതിയിൽ ആകാശയുദ്ധത്തിന് കരുത്തു തെളിയിച്ച ആളുകളായിട്ട് ഇസ്രായേലിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇറാൻ്റെ മിസൈലുകളും അത്ര മോശമല്ല. എങ്കിലും ഇറാന് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ മിസൈലുകൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സമയം ആവശ്യമായതുകൊണ്ട് അത് ഡിഫൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും ഇസ്രായേലിലെ ജനതയെ ബങ്കറിൽ ഒളിപ്പിക്കുവാനുള്ള സമയം കിട്ടുന്നു എന്നുള്ളതും അവരുടെ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇങ്ങനെ പോകുമ്പോഴും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സപ്പോർട്ടുള്ള ഇസ്രായേലിനായിരുന്നു അവിടെ ഒന്നുകൂടെ മുൻതൂക്കം ഉണ്ടായിരുന്നത്. ഇസ്രായേലിന് പറയാൻ പറ്റുന്ന ഒരൊറ്റ കോട്ടം എന്നുള്ളത് ആദ്യമായിട്ടാണ് മിസൈലെല്ലാം ഏറ്റ് അവരുടെ നഗരം കത്തിച്ചാമ്പലാവുന്നത്, അവരുടെ കെട്ടിടങ്ങൾ പലതും നശിക്കുന്നത് ആദ്യമായിട്ടുള്ള അവരുടെ അനുഭവമാണ്. അതിനപ്പുറം നഷ്ടത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഇറാനാണ്. മനുഷ്യജീവനാണെങ്കിലും അവരുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്, മിലിറ്ററി പവർ, ഇതെല്ലാം നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഇറാന് തന്നെയാണ്. ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ കാരണമായത്? ഇസ്രായേലിൻ്റെ മുറ്റത്ത് മിസൈൽ പതിക്കുന്നു എന്നുണ്ടെങ്കിലും അവർ വീണ്ടും യുദ്ധത്തിന് തയ്യാറാവുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പിഴവ് ഇസ്രായേലിന് പറ്റിയതും ഇറാൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇറാനകത്ത് സുഗമമായിട്ട് വിഹരിച്ചിരുന്ന മൊസാദിൻ്റെ ഏജന്റുമാരെ നല്ലൊരു ശതമാനം കണ്ടെത്താൻ കഴിയുകയും അവരുടെ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഇറാൻ്റെ വിജയം. ഇസ്രായേലിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ആയുധങ്ങളെക്കാളേറെ മിലിറ്ററിയെക്കുറിച്ചും ഇത് ഏകദേശം നഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ഇസ്രായേൽ കീഴടങ്ങിയത്. മറ്റുള്ള കാരണങ്ങളെല്ലാം നോക്കുമ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും കീ പോയിന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചാരവലയം നശിപ്പിക്കപ്പെട്ടു, അതിൻ്റെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഇറാൻ്റെ വിജയവും ഇസ്രായേലിൻ്റെ പരാജയവുമായി ഭവിച്ചത്.